പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീനയുടെ ലീവ് ചോദിക്കുവാണ്. ഒരു ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ രേവതിക്കുട്ടിയുടെ അടുത്ത് പോകാൻ വേണ്ടി. അത് ചോദിക്കുമ്പം അലീനയോട് വൈജയന്തി തിരിച്ചു ചോദിക്കുകയാണ്, നീ എന്താ ഒരുമാതിരി അവകാശം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത് എന്താണ് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇത് അവകാശം തന്നെയാണ്, ഔദാര്യം ഞാൻ അങ്ങോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ശരിക്കും അവിടുത്തെ അമ്മയെ നോക്കാൻ വേണ്ടി, മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയാണല്ലോ അലീന അവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്. ഇതിപ്പം വീട്ടുപണി മൊത്തം ചെയ്യുന്നത് അലീന ആയതുകൊണ്ട് ഒരു ഔദാര്യം തന്നെയാണ് അങ്ങോട്ട് ചെയ്യുന്നത് എന്നുണ്ട്. ഇതിനിടയ്ക്ക് അലീന മുറ്റും തൂക്കുമ്പോൾ എന്നും അപ്പുറത്തെ വീട്ടിലെ പട്ടി മതിലയാടി ഇങ്ങോട്ട് വരാറുണ്ടല്ലോ. അപ്പം ഡോക്ടർ അവനെ പിടിക്കാനായിട്ട് വരും. അന്നേരം ബാലേന്ദ്രനുണ്ട് പത്രം എടുക്കാനായിട്ട് അവിടെ. അപ്പം ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഇവള് ഭക്ഷണമൊക്കെ കൊടുത്ത് എൻ്റെ പട്ടീനെ മയക്കി വെച്ചേക്കുവാണ് എന്ന് പറയുമ്പം കളിയാക്കി ചോദിക്കുന്ന പോലെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടർക്ക് എന്താ പേടിയാണോ ഒരു ദിവസം ഇവർ രണ്ടുപേരോട് ഒളിച്ചോടിയാലോ എന്ന് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഡോക്ടർ അത് കഴിഞ്ഞ് പട്ടീനെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോഴും അത് തിരിഞ്ഞ് അലീനെ നോക്കുന്നുണ്ട്. അലീനെ കൈ കാണിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറയുമ്പോഴാണ് അത് പോകുന്നത്. ഏതായാലും വേറെ നിവൃത്തിയില്ലാതെ വൈജയന്തി അലീനയ്ക്ക് ലീവ് കൊടുത്തായിരുന്നു. അലീന രാവിലെ പോകാനായിട്ട് തുടങ്ങുമ്പം വൈജയന്തി ചോദിക്കുകയാണ്, പണിയെല്ലാം തീർത്തിട്ടാണോ ഓടി പോകുന്നത് എന്ന്. ആ ധാർഷ്ട്യത്തോടു കൂടി തന്നെ ആ ചോദ്യം കേൾക്കുമ്പം അലീനയും ഒട്ടും കൂസലില്ലാതെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇന്ന് എനിക്ക് ലീവല്ലേ എന്ന്. അന്നേരം വൈജയന്തി അതിന് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, പിന്നെ എന്തർത്ഥത്തിലാണ്, എന്ത് മര്യാദ വെച്ചാണ് ഇവിടുത്തെ പണി മൊത്തം തീർത്തിട്ടാണോ പോകുന്നത് എന്ന് എന്നോട് ചോദിക്കുന്നത് എന്ന് അലീന തിരിച്ചു ചോദിക്കുക. അന്നേരം മുഖത്തടിയിട്ട് പോലെ നിൽക്കുക കേട്ടോ വൈജയന്തി. അതുപോലെ രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞ് ബാലനും വൈജയന്തിയും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നേരെ വൈജയന്തി പോരുന്നത് അടുക്കളയിലേക്കായിരുന്നു. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ബാലേന്ദ്രനെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്, നിനക്ക് എന്ത് അധികാരമാണോ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് അലീനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ രോഹിത്തിനെ ന്യായീകരിക്കുന്നുമുണ്ട്. അന്നേരം അലീനെ കളിയാക്കി പറയുന്നുണ്ട്, നല്ല അമ്മ എന്ന്. അതും വൈജയന്തിക്ക് ആകെ ഒരു വിഷമമാക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ.